പ്രവർത്തകൻ എ സജീവൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എ സജീവൻ, ഈ ഡോക്യുമെന്ററി വിഷയം വലിയ രീതിയിലുള്ള വലിയ ക്യാമ്പയിനായി തന്നെ BJP-ക്കെതിരെ അല്ലെങ്കിൽ മോദിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്ന സാഹചര്യത്തിൽ അത് ഒരു പരിധി വരെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിനെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അനിൽ ആന്റണി രാജിവെക്കുന്ന തരത്തിലേക്കുള്ള നടപടിയിലേക്ക് പോലും പോകുന്നു. നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ ഉന്നയിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്താം? കോൺഗ്രസിനകത്ത് നേരത്തെ ഇല്ലാത്തൊരു വളരെ ഏകാധിപത്യ സ്വഭാവം പൊതുവെ ഉണ്ടാവുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന രീതിയിൽ മാത്രമേ നേതാക്കന്മാർ പ്രതികരിക്കാൻ പാടുള്ളൂ. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയാൻ പാടില്ല എന്ന രൂപത്തിൽ പോകുന്നതാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രശ്നം. കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് അതൊരു വലിയ ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണ്. അവിടെ ഓരോ നേതാവിനും വ്യക്തിക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ കഴിയുമെന്നുള്ളതാണ്. അത് പിന്നെ പാർട്ടി ഘടകത്തിനെ കുറിച്ച് പറയുക, അതിനപ്പുറത്ത് തന്നെ പലപ്പോഴും പുറത്തു പറയാം. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെ പലപ്പോഴും വിഴിപ്പലക്കലായിട്ട് പുറത്തേക്ക് വരാറുള്ളതാണ്. ഇവിടെയൊക്കെ ഈ ഒരു ഇഷ്യൂവിൽ ശശി തരൂർ ചെയ്യുന്ന പോലെയാണ് പല്ലാന്റണിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു നിലപാട് അഭിപ്രായം പറഞ്ഞു. അത് പാർട്ടിയുടെ അഭിപ്രായമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് വെച്ചാൽ മതി. പക്ഷെ അപ്പോഴേക്ക് തന്നെ പല നേതാക്കന്മാർ ഈ വലിയ പാർട്ടിയെ രക്ഷിക്കുന്ന ആളുകൾ എന്ന പേരിലുള്ള ആളുകൾ വാളെടുക്കുന്നിടത്താണ് പ്രശ്നം ഉണ്ടാകുന്നത്. അത് അങ്ങനെ ഒരു അഭിപ്രായം പോലും പറയാൻ പറ്റില്ല. പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉള്ള ആളാണെങ്കിൽ നേതാവ് എന്താണോ പറയുന്നത് അത് അതേപടി ആവർത്തിക്കുക. തന്റേതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമോ പറയാൻ പാടില്ല എന്ന് പറയുന്നത് കോൺഗ്രസിൽ പണ്ടേ ഇല്ലാത്തതാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ പല ആളുകളും ആ രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഗാന്ധി വിമർശിച്ച നേതാക്കന്മാർ ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പം ആ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയിൽ ഇപ്പോ ഒരു തരത്തിൽ അഭിപ്രായം പറയാൻ പറ്റില്ല. നേരത്തെ ശശി തരൂരിനെതിരെയായിരുന്നു. ശശി തരൂര് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് ശരിയായില്ല, ഇതിനെക്കുറിച്ച് പറഞ്ഞത് ശരിയായില്ല, മോദിയെ കുറിച്ച് നല്ല രണ്ട് വാക്ക്. കെ സുധാകരന്റെ സെമി കേഡർ എഫക്റ്റ് ആണോ ഇത്? സെമി കേഡർ എന്ന് പറയുന്നത് ഇങ്ങനെയല്ലല്ലോ. സെമി കേഡർ എന്ന് പറയുന്നത് പാർട്ടിയെ യഥാർത്ഥത്തിൽ അവർ എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് അറിയില്ല. എന്നാൽ പോലും ഒരു കേഡർ സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി ചട്ടക്കൂട് എന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കും. CPM-നകത്തും BJP-ക്കകത്തൊക്കെ ഉള്ള പോലെ, BJP-ക്ക് RSS-നകത്തൊക്കെ ഉള്ള പോലെ ഒരു വലിയ ആ ഘടകം കൃത്യമായിട്ടും പാർട്ടിയാണ്, അല്ലെങ്കിൽ ആ ഘടകമാണ് വലുത്. അതിനകത്തുള്ള പ്രവർത്തകനല്ല. പ്രവർത്തകന്റെ അഭിപ്രായം ആ ഘടകത്തിൽ പറയാം. അങ്ങനെയുള്ള രീതിയിൽ അത് വേറെ രീതിയാണ്. പക്ഷെ അതിനപ്പുറത്ത് ഈ നേതാക്കന്മാരൊക്കെ തന്നെ താങ്കൾ ചോദിച്ച പോലെ സെമി കേഡർ ആണെങ്കിൽ പണ്ട് ശശി തരൂരിന്റെ കാര്യത്തിൽ ഈ ഒരു മത്സര സമയത്ത് മധുസൂദൻ മിസ്ത്രി പറഞ്ഞാണല്ലോ, ഭാരവാഹിത്വമുള്ള ആളുകൾ ആരും അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വോട്ട് ചെയ്യുമെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിശക്തമായി പറഞ്ഞ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഭാരവാഹികളാണല്ലോ. അപ്പൊ അത് സെമി കേഡറിന്റെ പ്രശ്നമൊന്നുമല്ല. ഇവിടെ പാർട്ടിയുടെ ഏതെങ്കിലും നയപരിപാടികൾക്കോ പാർട്ടിയുടെ ചില സംവിധാനങ്ങൾക്കോ എതിരായിട്ട് പറയലാണ് സെമി കേഡറിലൊക്കെ ആളുകളെ അഭിപ്രായം എന്ന് പറയേണ്ടത്. ഇവിടെ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ഇതിനെക്കുറിച്ച്. അത് പറയുന്നതിൽ വലിയ തെറ്റ്. അത് കോൺഗ്രസിന്റെ ശരിയായ ജനാധിപത്യ രീതിയിൽ പണ്ടേ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ പറയാം. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നാണ് മറ്റുള്ള നേതാക്കന്മാർ, അതിനെ എതിർക്കുന്ന നേതാക്കന്മാർ പോലും പറയാറുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു വലിയ വിഷയമായിട്ട് ഇപ്പൊ താങ്കൾ തന്നെ ചോദിച്ച പോലെ ഈ വിഷയം BJP-ക്കകത്ത് ഉണ്ടാവേണ്ട പ്രശ്നം BJP-ക്കെതിരെ വാഞ്ഞടിക്കേണ്ട വടിയായിട്ടൊക്കെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കൈകാര്യം ചെയ്ത സംഭവം BJP-യുമായി മാത്രം ബന്ധപ്പെട്ട ഒരു വിഷയം. ആ വിഷയം ഇപ്പോൾ തലവേദനയായിട്ടുള്ളതും വലിയൊരു കോലാഹലമായിട്ടുള്ളതും പ്രക്ഷോഭമായിട്ടുള്ളതൊക്കെ മാറുന്നത് കോൺഗ്രസിനകത്താണ്. അത് കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പറ്റിയ പരാജയമാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അദ്ദേഹം പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയുള്ള ഒരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു രാജ്യ തീരുമാനമാണെന്ന് അദ്ദേഹത്തെ രാജിക്കത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഉപജാപക സംഘമാണ് നേതൃത്വത്തിന് ചുറ്റുമുള്ളത്, സ്തുതിപാഠകർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതെ, ഇത് പല ആളുകളും നേരത്തെ തന്നെ പറയുന്നതാണ്. ഇപ്പൊ കേന്ദ്ര നേതൃത്വത്തെ കുറിച്ച് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഇപ്പോൾ എന്തായാലും കോൺഗ്രസിൽ വേറൊരു വർക്കിംഗ് കമ്മിറ്റി ഒന്നും അല്ലല്ലോ.
കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് നെഹ്റു കുടുംബമാണ്. അവിടെ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ ചുറ്റിക്കറങ്ങി നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. ആ ഓർബിറ്റിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് മാത്രം ആ ഓർബിറ്റിലേക്ക് മറ്റുള്ള ആളുകൾ അടുപ്പിക്കില്ല. അത് പണ്ടും ഇതേപോലെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ ഇതേപോലെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്ക് അതിനേക്കാൾ രൂക്ഷമായിട്ടാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റും അത് മാറിയിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് മാറിയിട്ടില്ല. ആ ഹൈക്കമാൻഡിന് ഇഷ്ടപ്പെട്ട ആളുകൾ അവരുടെ ഇടയിലുള്ള നമ്മൾ പറയാവുന്നൊരു വാക്ക് വൈതാളികർ എന്ന് പറയാം. വൈതാളിക വൃന്ദം എന്താണ് അത് ആണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കോൺഗ്രസിലെ പല നേതാക്കന്മാരും രഹസ്യമായിട്ട് പറയാറുള്ളതാണ്. ഇപ്പോ അനിൽ ആന്റണി കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ള മാത്രം. കാരണം നമുക്കറിയാലോ, ഈ ശശി തരൂർ മത്സരിക്കുമ്പോൾ പോലും ജനാധിപത്യപരമായിട്ടുള്ള മത്സരമാണ്, ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം എന്ന് പരസ്യമായിട്ട് രാഹുൽ ഗാന്ധിയും മറ്റും പറഞ്ഞിട്ടും ഇവിടെയുള്ള പല നേതാക്കന്മാരും എന്തെല്ലാമാണ് ചെയ്തിരുന്നത്. ശശി തരൂർ മത്സരിച്ചാൽ ആകാശം ഒടിഞ്ഞു വീഴും എന്ന രൂപത്തിലായിരുന്നില്ല അവരുടെയൊക്കെ പ്രതികരണങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡിനെ നെഹ്റു കുടുംബത്തിനെതിരായിട്ടുള്ള ആരും വേണ്ട എന്ന ഒരു നിലപാട് ഞങ്ങൾ അവരുടെ കൂടെയാണ്. അത് ആളുകൾക്കും ഈ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കമാൻഡിന് അനുകൂലമാണ്, അവരെ എതിർക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഈ ഒരു വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ നമ്മൾ ഈ ഡോക്യുമെന്ററി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ പ്രസ്താവന അത് കോൺഗ്രസിന്റെ ഒരു വലിയ ക്യാമ്പയിൻ തന്നെയായിരുന്നു. BJP-ക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ ക്യാമ്പയിൻ തന്നെയായിരുന്നു. പക്ഷെങ്കിൽ ഇദ്ദേഹം ഒരു സാധാരണ പ്രവർത്തകനല്ലല്ലോ. ഇദ്ദേഹം അലങ്കരിക്കുന്ന ഒരു പദവിയുണ്ട്. ആ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. ആ ഒരു പരാമർശം ഒരു പരിധിവരെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് അത് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. അല്ല, അനിൽ ആന്റണിയുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അതോടുകൂടി കോൺഗ്രസിന്റെ അഭിപ്രായമായിട്ട് എടുക്കേണ്ടതില്ലല്ലോ. കോൺഗ്രസ് ഒരു വലിയ പ്രക്ഷോഭത്തിന് ഇത് കൊണ്ടുവന്നായിരുന്നു. അത് ഈ വിഷയം എന്ന് പറയുന്ന ഒരു പരാമർശം വെച്ചുകൊണ്ട് മോദി സർക്കാരിനെ വീഴ്ത്താനൊന്നും ഇവർക്ക് ഏതായാലും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനെ വിമർശിക്കാം. അങ്ങനെ പറഞ്ഞതിൽ അതൊക്കെ അവിടെയാണ് ആ വിമർശനങ്ങളൊക്കെ നേതൃത്വം, ഇവിടെ KPC നേതൃത്വമുണ്ട്, അല്ലെങ്കിൽ AICC നേതൃത്വമുണ്ട്, അവർ പറയില്ലാതെ കുറെ പേര് അങ്ങ് ആഞ്ഞടിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അതായിട്ട് പ്രശ്നം. കാരണം ഇത് തരം കിട്ടുമ്പോൾ ശക്തമായിട്ട് എതിർക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയാണ് കോൺഗ്രസിനെ ദോഷം ചെയ്യുന്നത്. ഇതിപ്പോ ഒരു അനിൽ ആന്റണിയെ എതിർക്കുന്നത് കൊണ്ട് നേട്ടം ആർക്കാണ് ഉണ്ടാവുന്നത്? കോൺഗ്രസിന് നേട്ടം ഉണ്ടാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ എതിർക്കുന്നതിലും തെറ്റില്ല. എതിർക്കുന്നതിനൊക്കെ അപ്പുറത്ത് ഇത്തരത്തിലുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അതുകൊണ്ട് നേട്ടം കൊയ്യാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അതുണ്ടാവുന്നില്ല. ഇപ്പൊ നമ്മൾ തന്നെ ചർച്ച ചെയ്യുന്നത് ഇത് കോൺഗ്രസിന് ഗുണമല്ല ദോഷമാണെന്ന രീതിയിലാണല്ലോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കോൺഗ്രസിന് അത്രയൊന്നും ശക്തിയില്ലാത്തൊരു കാലമാണ്. കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഓരോ വിഷയവും ഓരോ സന്ദർഭവും കൈകാര്യം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അത് ജനാധിപത്യപരമായിട്ടും അത് കോൺഗ്രസിന്റെ ഭരണഘടനയ്ക്ക് ദോഷം ചെയ്യാത്ത രൂപത്തിലും കോൺഗ്രസിന്റെ നിലനിൽപ്പിന് ദോഷം ചെയ്യാത്ത രീതിയിലൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് തീർച്ചയായും അവധാനതയില്ലാത്ത നേതൃത്വത്തിന്റെ ചില നടപടികൾ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി കോൺഗ്രസിൽ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം BJP-ക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തുന്നതിന് വേണ്ടി കിട്ടിയ അല്ലെങ്കിൽ അതിനെതിരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട വലിയൊരു ക്യാമ്പയിൻ അത് കോൺഗ്രസിനകത്ത് ഒരു വലിയ പടലപ്പടക്കത്തിനും വലിയ ഒരു പൊട്ടിത്തെറിക്കും സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സജീവനാണ് നമ്മോടൊപ്പം ഇപ്പോൾ പ്രതികരിച്ചത്. ഒപ്പം തന്നെ